നമുക്കൊന്നൊരു സിമ്പിൾ വെറൈറ്റി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഇത് എന്റെ സ്വന്തം റെസിപ്പി ഒന്നല്ല കേട്ടോ, യൂട്യൂബിൽ എവിടെയെന്നോ കണ്ടതാണ്. ഉമ്മാനോട് ഇന്ന് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മ ചിക്കനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വലിയ ഉള്ളി അരിഞ്ഞത് വേണം. പിന്നെ ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ലെമൺ, തൈര്, മല്ലിയില. ആദ്യം തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ഹാഫ് പോർഷൻ എടുത്ത് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഓണിയൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഇനി ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കനിലോട്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് തൈര് ആഡ് ചെയ്യുക, ലെമണും സ്ക്യൂസ് ചെയ്യുക, ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓണിയനും ആഡ് ചെയ്യുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ എന്നത്തെ പോലെ മിക്സ്. നെക്സ്റ്റ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി പാൻ എടുത്ത് എണ്ണയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലിട്ട് അത് കുറച്ചൊന്ന് ആയി വരുമ്പോൾ അതിലോട്ട് പച്ചമുളകും നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓണിയന്റെ ബാക്കി ചോപ്പ് ചെയ്തതും അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല ഇട്ടിട്ടുള്ള ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അതൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ കുറച്ച് ഗരം മസാലയും വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കുക. പിന്നെ ഒന്ന് തുറന്നിട്ട് ചിക്കൻ ഒക്കെ കുക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എൻ്റെ ഒരു വീഡിയോയിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാവും, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. ഈ കുക്കിംഗ് വ്ളോഗ്സ് ഒന്നും എടുക്കാൻ അറിയില്ല, ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയുള്ളൂ. നെക്സ്റ്റ് കുഞ്ഞു വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ.